ഹലോ, സായി സ്ട്രീം വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും സുഖമല്ലേ? ഇവിടെ എല്ലാവർക്കും സുഖം കേട്ടോ, കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ അതാ ഞാനിന്ന് ഉണ്ടാക്കാൻ പോണത് പഴം വെച്ചിട്ട് ഒരു കായ്പോള കേട്ടോ. കുട്ടികൾക്കൊക്കെ ഏറെ ഇഷ്ടമാകും. അപ്പോൾ ഏതായാലും വെക്കേഷനല്ലേ, അപ്പോൾ മക്കൾക്ക് 4 മണിക്കോ ഒക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു റെസിപ്പി കേട്ടോ. അപ്പോൾ അതിന് ഞാൻ 3 പഴമാണ് എടുത്തിട്ടുള്ളത്. നല്ല പഴുത്ത പഴം തന്നെ എടുക്കാം കേട്ടോ. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതാ ഞാൻ അതിനായിട്ട് 3 പഴം അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സേമിയ കുറച്ചെടുത്തിട്ടുണ്ട്, കുറച്ച് നാളികേരം എടുത്തിട്ടുണ്ട്, കുറച്ച് പഞ്ചസാര എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ ഞാനൊരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മുടെ സേമിയ ഉണ്ടല്ലോ അതിട്ട് കൊടുക്കുക. ഇതിപ്പോൾ റോസ്റ്റഡ് സേമിയ കേട്ടോ, എന്നാലും ഞാനൊന്നുകൂടെ റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതാ അതിട്ട് കൊടുത്ത് ഒന്ന് ഇളക്കിയിട്ട് അപ്പോൾ തന്നെ നമുക്ക് നാളികേരം ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത് റോസ്റ്റഡ് ആയതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഇട്ട് കൊടുത്തു എന്നുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് പിന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതാ ഇതൊന്ന് നല്ലോണം നന്നായി ഒന്ന് മൂത്തോണ്ട് വരുമ്പോൾ നമുക്ക് നമ്മുടെ പഴം കൂടെ ആഡ് ചെയ്യാം കേട്ടോ. പഴം തന്നെ നല്ലോണം പഴുത്തത് എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അത് കഴിക്കുമ്പോൾ ഒരു ചുവ ഉണ്ടാവും. ഇത് നല്ല പഴുത്തതാണ്. ഏകദേശം കളറ് മാറിയതാണെങ്കിൽ ഒത്തിരി നല്ലതാട്ടോ. പഴം ഇട്ടതിന് ശേഷം നല്ലോണം അങ്ങോട്ട് വേവിക്കരുത് കേട്ടോ. അത് ഉടഞ്ഞ് പോകാൻ പാടില്ല, ചെറുതായിട്ട് ഇങ്ങനെ കടിക്കാൻ കിട്ടണം. അപ്പോൾ പഴം ഇട്ട് കുറച്ചൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട പഞ്ചസാര ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ അതിലേക്ക് 2 ടീസ്പൂണാണ് പഞ്ചസാര എടുത്തിട്ടുള്ളത്. അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ. പിന്നെ അതാ ഞാൻ അതേ ചട്ടിയിൽ തന്നെ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരി ഒന്ന് വറുത്തെടുക്കുക കേട്ടോ. ഇത് വേണമെങ്കിൽ മതി, ഇത് നമുക്ക് ഒരു ഭംഗിക്ക് ഇടാന്നുള്ളൂ, ഓപ്ഷണലാട്ടോ. പിന്നെ അതാ ഞാൻ വറുത്ത് കോരിയിട്ട് ഞാൻ അതുപോലെ ഒരു കേക്ക് ടിന്നിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിക്ക് ആ ബാക്കി വന്ന നെയ്യുണ്ടല്ലോ അതിങ്ങനെ ഒന്ന് ഒഴിച്ചിട്ട് ചുറ്റിച്ച് കൊടുക്കുക കേട്ടോ. എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കുക. പിന്നെ അതാ അതിനൊരു ബാറ്റർ വേണം. അപ്പോൾ അതിനായിട്ട് 3 കോഴിമുട്ടയും 1 കപ്പ് അര കപ്പ് പഞ്ചസാരയും പിന്നെ കുറച്ച് വാനില എസൻസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കുക. എന്നിട്ട് നമ്മുടെ ആ ചൂടാറിയ മിക്സിയിലേക്ക് ഒന്നുകൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. ചൂടാറണേ, ഇത് മുട്ട ആയതുകൊണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നല്ല ചൂടിൽ വരുമ്പോൾ ഇപ്പം തന്നെ വെന്ത് പോവും. അപ്പോൾ നമുക്ക് ആ ഷേപ്പൊന്നും കറക്റ്റ് കിട്ടൂല. അപ്പോൾ അതാ ചൂടാറിയതിന് ശേഷം ഒഴിച്ചിട്ട് നമ്മുടെ കേക്ക് ടിന്നുണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മുടെ ആ സ്പൂൺ കൊണ്ട് തന്നെ പഴമൊക്കെ പൊങ്ങിക്കുണ്ടെങ്കിൽ ഒക്കെ ഒന്ന് ലെവൽ ചെയ്തിട്ട് ഒന്ന് സെറ്റാക്കി കൊടുക്കുക കേട്ടോ. എന്താ കണ്ടോ, അതേപോലെ എല്ലാം ഒന്ന് അടിയിക്കാക്കി ഒന്ന് സെറ്റാക്കി എടുക്കുക. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരി ഉണ്ടല്ലോ അതൊന്ന് ഡെക്കറേഷനായിട്ട് വെച്ചെടുക്കുക കേട്ടോ. പിന്നെ ഞാൻ ഒരു തവ ഒരു 10 മിനിറ്റ് മുന്നേ ചൂടാക്കാൻ വെച്ചിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ മുകളിലേക്ക് ഈ ടിന്ന് വെച്ച് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് എന്താ കണ്ടോ, ആ തവയിൽ തന്നെ കുറച്ച് നെയ്യാക്കിയിട്ട് ഒന്നും കൂടി തിരിച്ചിട്ട് കൊടുത്തിട്ട് ആ മുകൾ വശം ഒന്ന് വെന്ത് കിട്ടാനാട്ടോ. അടിഭാഗം നമ്മൾ 15 മിനിറ്റൊക്കെ വെച്ചാൽ മതി, അല്ലെങ്കിൽ കരിഞ്ഞു പോകും കേട്ടോ. എന്താ കണ്ടോ, ഇതാണ് ഫൈനൽ ലുക്ക്. നല്ല ടേസ്റ്റാട്ടോ കഴിക്കാൻ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ എൻ്റെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. കൂടെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റായിട്ട് അറിയിക്കുക, ലൈക്കും ചെയ്യുക. അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്